ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ്സാണിത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ 7ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തിനെ പറ്റിയിട്ടാണ്? ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ള കുറച്ച് വാല്യൂസ് ഏതൊക്കെയാണ്? ഇക്വാലിറ്റി, ലിബർട്ടി, സോഷ്യൽ ജസ്റ്റിസ്, സെക്കുലറിസം പോലുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അതായത് ആൾക്കാർക്ക് തുല്യതയും ഫ്രീഡവും ജസ്റ്റിസും അതുപോലെ തന്നെ എന്താണ് മതങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും അല്ലെ എല്ലാ മതങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെ എല്ലാ ആൾക്കാർക്കും ഇമ്പോർട്ടൻസ് കൊടുത്തു പോകണമെന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞേക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരെ പറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനായിട്ടുള്ളത്. അവരെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നും മറ്റൊന്ന് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും. അപ്പോൾ പറഞ്ഞേ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പ്രകാരം നിലവിൽ വരുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. ഇവർ ഓട്ടോണമസ് ബോഡീസ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് സ്വയം തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട്. അതിന് പാർലമെൻറ്റിൽ സമീപിക്കേണ്ട ആവശ്യം ഇല്ല. അവർക്ക് എവിടെ നിന്ന് അധികാരം കിട്ടുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അധികാരം കിട്ടുന്നത്. ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്ത് വേണം? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വേണം. അല്ലാതെ ഒരു മാറ്റവും വരുത്താനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും അക്കൗണ്ട്സ് ജനറലും SC/ST ഒക്കെ കമ്മീഷനൊക്കെ എന്തിനകത്ത് വരും? ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനകത്ത് വരും. അപ്പോൾ പറഞ്ഞേ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വഴി വന്നു, ഓട്ടോണമസ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ് പവർ, അമെൻമെൻറ്റിലൂടെ മാറ്റാൻ പറ്റുള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ, UPSC, CAG, AG ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ എന്താ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്? അന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ പോരാതെ വന്നപ്പോൾ പിന്നീട് എന്ത് ചെയ്യും? പാർലമെൻറ്റ് നിയമങ്ങൾ പാസ്സാക്കും. കാരണം പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് പാർലമെൻറ്റ് പുതിയ നിയമം പാസ്സാക്കി ആ പറയുന്ന നിയമപ്രകാരം വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ പറയുന്ന അവരുടെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ എന്ത് കിട്ടും? കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് ഇവർക്ക് ആവശ്യമുള്ളപ്പം കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നീതി ആയോഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോഡീസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അപ്പോൾ എങ്ങനെ പഠിക്കും? എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആർ ഫോംഡ് ബൈ ലോ പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്. ദേ ഗെറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് വെൻ എവർ ദെയർ ഈസ് നീഡഡ്. അങ്ങനെയുള്ള നമുക്ക് പ്രധാനമായിട്ടും ഒരു അഞ്ചല്ലേ, 1, 2, 3, 4, 5, 6 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യാനുള്ളത്? ഈ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അവർ വന്ന വർഷങ്ങൾ നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. എൻ്റെ ഒപ്പം പറഞ്ഞു പോയി 50, 51, 92, 93, 2004. ഓക്കെ. അപ്പോൾ 1950, 50, 51, 50, 51, 50, 51. ഒരു 51 കുഴപ്പമില്ല, 50 മിനിമം പഠിച്ചു വയ്ക്കുക. ഓക്കെ. അടുത്ത് 92, 93, 92, 93, പിന്നെ 2004. അതിൽ 1950 നിലവിൽ വരുന്നതാണ് എന്ത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ജനുവരി 25 നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ തലേന്ന് വരുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അന്ന് തന്നെ ഒരു നിയമം വരുന്നുണ്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്. തൊട്ടടുത്ത വർഷം അതിന് 51 വീണ്ടും ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ പഠിച്ചാൽ മതി. അടുത്ത് 92, 93. ആദ്യം വരുന്നത് വനിതാ കമ്മീഷനാണ്. 92 ജനുവരി മാസം 31 വനിതാ കമ്മീഷൻ വരുന്നു. അടുത്ത് 93 ആരൊക്കെ വരുന്നു? ഒന്ന് മെയ് 17 മൈനോറിറ്റീസിൻ്റെ കമ്മീഷൻ. 14 ഓഗസ്റ്റിന് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. 28 സെപ്റ്റംബറിന് നിയമമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് വരുന്നു. 12 ഒക്ടോബറിന് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വരുന്നു. 2004 SC/ST കമ്മീഷൻ നിലവിൽ വരുന്നു. മൊത്തത്തിൽ കൺഫ്യൂഷനായി. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയാൻ പോവുകയാണ്. വർഷങ്ങൾ പറഞ്ഞ് ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ പറഞ്ഞ് 50, 92, 93, 2004. 50, 92, 93, 2004. 50 ഇലക്ഷൻ കമ്മീഷൻ, 92 വനിതാ കമ്മീഷൻ, 93 ഏതൊക്കെ വരുന്നുണ്ട്? മൈനോറിറ്റി കമ്മീഷൻ വരുന്നുണ്ട്, ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ വരുന്നുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഏത്? SC/ST കമ്മീഷൻ. അത് 2004. അപ്പോൾ ഇവർ ഓരോന്നിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നു ഓരോ കമ്മീഷനിലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് നമ്മളിവിടെ ഒരു ടേബിളായിട്ട് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ. വർഷം പറഞ്ഞ് 50. ഏത് ആർട്ടിക്കിൾ? 324 പ്രകാരം 25 ജനുവരി 1950 നിലവിൽ വരുന്നു. എത്ര പേരാണ് ഉള്ളത്? ഒരു ഇലക്ഷൻ കമ്മീഷനുണ്ട്, 2 കമ്മീഷണർമാരും ഉണ്ട്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അപ്പോൾ 6 വർഷം എന്താണ് കാലാവധിയുള്ള നമ്മൾ പഠിക്കുന്ന ഏക കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനാണ്. ബാക്കി മിക്ക കമ്മീഷൻ എത്ര വർഷമാണ്? 3 വർഷമാണ്. മിക്കതെന്നല്ല, നമ്മളിനി അങ്ങോട്ട് പഠിക്കുന്ന എല്ലാ കമ്മീഷനും എത്ര വർഷം തന്നെയാണ്? 3 വർഷം തന്നെയാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഇവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇംപീച്ച്മെൻറ്റ് വഴിയാണ്.
എന്താ ഇവരുടെ ജോലി? ഇലക്ഷൻ കമ്മീഷനല്ലേ. അപ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ID കാർഡ് ഉണ്ടാക്കുക, വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, MP, MLA മാരുടെ ഇലക്ഷൻ നടത്തുക, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുക, പാർട്ടിയൊക്കെ സിമ്പൽ കൊടുക്കുക, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുക, റിസൾട്ട് ഡിക്ലെയർ ചെയ്യുക, കോഡ് ഓഫ് കോണ്ടാക്റ്റ് നോക്കുക. 2 നിയമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നേക്കുന്നത്. ഒന്ന് കൂടെ വന്ന 50 തന്നെ വന്ന ഒരു നിയമമുണ്ട്, 51 വന്നതുമുണ്ട്. 50 നമ്മുടെ ഇന്ത്യയിലുള്ള ഭാഗങ്ങളെ കോൺസ്റ്റിറ്റ്യുവൻസികളായിട്ട് ഡിവൈഡ് ചെയ്തു, അതിൻ്റെ ബൗണ്ടറി തീരുമാനിച്ചു, ഇലക്ട്രൽ റോൾ തീരുമാനിച്ചു, സിംഗിൾ മെമ്പർഷിപ്പും കോൺസ്റ്റിറ്റ്യുവൻസികളും തീരുമാനിക്കുന്നു. തൊട്ടടുത്ത വർഷം 51 എന്ത് ചെയ്തു? നമുക്ക് അപ്പോൾ എന്തായി? കോൺസ്റ്റിറ്റ്യുവൻസി വന്നു അല്ലേ, ആൻഡ് ബൗണ്ടറിയായി. സോറി, ഒന്ന് തുമ്മിയതാണ്. ഇലക്ട്രൽ റോളായി. തൊട്ടടുത്ത വർഷം എന്താണ്? എങ്ങനെ ഇലക്ഷൻ നടത്തണമെന്നും അതിൻ്റെ എലിജിബിലിറ്റിയും, ഇനി എലിജിബിലിറ്റി ഇല്ലെങ്കിൽ എങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്നും, തർക്കം വന്നാൽ പരിഹരിക്കുന്നത് എങ്ങനെയാണെന്നും, പൊളിറ്റിക്കൽ പാർട്ടികളും മറ്റു കാര്യങ്ങളും അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിലവിൽ വരുന്നു. അപ്പോൾ അതാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്നാൽ തൊട്ട് അടുത്ത് നമുക്ക് 93 വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കമ്മീഷനാണെന്ത്? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. വരുന്നത് 93 ഒക്ടോബർ 12-നാണ്. ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 6 മെമ്പേഴ്സ് ഉണ്ട്. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 6 മെമ്പേഴ്സ് ഉണ്ട്. ആരൊക്കെയുണ്ട്? ചെയർപേഴ്സൺ എന്ന് പറയുന്ന 6 മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ചെയർപേഴ്സൺ ആണ്. അപ്പോൾ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. 3 വർഷമാണ് കാലാവധി. ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. എന്താ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്? ഹ്യൂമൻ റൈറ്റ്സ്. ഇനിയുള്ളതൊക്കെ നമ്മൾ ഫുൾ അങ്ങനെ കാണാതെ പഠിച്ചു വയ്ക്കരുത് കേട്ടോ. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലയിൻറ്റുകളിൽ എൻക്വയറി നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട കോടതി കേസുകളിൽ എന്ത് ചെയ്യുക? ഒരാളായിട്ട് കക്ഷി ചേരുക. ജയിലിലും മറ്റിടത്തും പോയിട്ട്, മറ്റു സ്ഥലങ്ങളിലും പോയിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അന്വേഷിക്കുക. ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റും ഡിക്ലറേഷൻസും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 93 അത് വരുന്നത് സെപ്റ്റംബർ 28-നാണ്. പക്ഷേ സെപ്റ്റംബർ 28-ന് വരുന്നെങ്കിലും ഒക്ടോബർ 12-നാണ് എന്ത് ചെയ്യുന്നത്? കമ്മീഷൻ നിലവിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വനിതാ കമ്മീഷനാണ്. 92-ലാണ് വരുന്നത്. വനിതാ കമ്മീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 മെമ്പേഴ്സ്, അതുപോലെ തന്നെ എന്തൊരു മെമ്പർ സെക്രട്ടറിയും ഉണ്ട്. ചെയർപേഴ്സൺ, 5 മെമ്പർ സെക്രട്ടറി. അപ്പോൾ 5, 6, 7 പേര് വരുന്നുണ്ട്. 3 വർഷം തന്നെയാണ് ടെന്യൂർ എന്ന് പറയുന്നത്. അപ്പോയിൻ്റ് ചെയ്യുന്നവരാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ഫംഗ്ഷൻസ് ഞാൻ അവിടെ എഴുതാത്ത തന്നെയാണ്. വനിതകളുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും അല്ലേ. വനിതകളുടെ ഇപ്പോൾ ഡവറിയുമായിട്ട് ബന്ധപ്പെട്ട കേസ്, ഡവറി പ്രൊഹിബിഷൻ ആക്ട് 61, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നേരിടുന്ന എല്ലാ പ്രശ്നവും കയ്യിൽ നിന്നിട്ട് തന്നെ എഴുതാൻ പറ്റുമല്ലോ? പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? മൈനോറിറ്റി കമ്മീഷൻ. 93 തന്നെ വരുന്നു, മെയ് 17-ന്. ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രസിഡൻ്റ് അല്ല. അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡൻ്റ് ആണെങ്കിൽ അവർ നോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? കേന്ദ്ര ഗവൺമെൻറ് ആണ്. ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, അതുപോലെ 5 മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ 5, 6, 7 മെമ്പേഴ്സും. എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? മൈനോറിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, മൈനോറിറ്റീസിന് വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട്, അവർ ഫേസ് ചെയ്യുന്ന ക്രൈസിസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നതാണ് എന്ത്? നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? SC/ST കമ്മീഷൻ. 2004-ലാണ് അത് ഏറ്റവും അവസാനം വന്ന കമ്മീഷനാണെന്ത്? SC/ST കമ്മീഷൻ എന്ന് പറയുന്നത്. SC/ST കമ്മീഷനിൽ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അതുപോലെ 3 പേര് ചേർത്ത് 5 മെമ്പേഴ്സ് ഉണ്ട്. 3 വർഷം തന്നെയാണ് ടെന്യൂർ എന്ന് പറയുന്നത്. അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ്. എന്തായിരിക്കും? കംപ്ലയിൻറ്റ് റിഗാർഡിംഗ് SC/ST. നേരത്തെ മൈനോറിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ SC/ST എന്ന് ചേർത്ത് അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ കാര്യം കിട്ടും. അവർക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് കൊണ്ടുവരിക, വെൽഫെയർ പ്രൊട്ടക്ഷൻ ഉറപ്പ് വരുത്തുക. എവിടെ നിന്നാണ് ഇത് വന്നത്? ഇതിനുള്ള നിയമം കിട്ടിയത് എവിടെ നിന്നാണ്? SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 89. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ലോസൊക്കെ സിമ്പിളായിട്ട് വിട്ടേക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. അപ്പോൾ വരുന്നത് 14 ഓഗസ്റ്റ് 93-നാണ്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 3 മെമ്പേഴ്സ്, മൊത്തം 5. എത്ര വർഷത്തേക്ക്? 3 കൊല്ലത്തേക്ക്. അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ്. എന്തായിരിക്കും? ബാക്ക്വേർഡ് ക്ലാസ്സിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് നിയമങ്ങൾ എൻഷുർ ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് കൊണ്ടുവരിക, അവരുടെ ഡിമാൻഡും കാര്യങ്ങളും ഗവൺമെൻറ്റിനെ അറിയിക്കുക എന്നതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ. 2018-ൽ ഈ കമ്മീഷൻ എന്ത് കിട്ടുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി കിട്ടുന്നുണ്ട്. ഇത്രയും കമ്മീഷൻസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ നോട്ട് ഞാൻ എന്ത് ചെയ്യാം? ടെലഗ്രാമിൽ ഇട്ടേക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അവസാന ഘട്ട റിവിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു നോട്ട് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? സ്പ്രെഡ് ഓഫ് ഡെമോക്രസിയിൽ റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടാണ് അല്ലേ. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വന്ന് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തി സോഷ്യോ എക്കണോമിക്കലി ബാക്ക്വേർഡ് നിന്നവർക്ക് വേണ്ടിയിട്ട്
ബാക്ക്വേർഡ് കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ, SC/ST കമ്മീഷൻ നിലവിൽ വരുന്നു. ആ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളത്, ഓർത്ത് വയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ നോട്ട് ടെലഗ്രാമിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.